ആറന്മുള വിമാനത്താവളത്തിനായി ഡ്രോൺ സർവേ നടത്തിയ സംഭവത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ കോടഞ്ചേരി തഹസിൽദാരോട് റിപ്പോർട്ട് തേടി. മൗണ്ട് സിയോൺ ഉടമ എബ്രഹാം കലമണ്ണിലേത് അനധികൃത നടപടിയെന്നും വീണ്ടും സർവേ നടത്താൻ അനുവദിക്കില്ല എന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. തഹസിൽദാരോട് റിപ്പോർട്ട് കിട്ടിയ ശേഷം അനധികൃത നടപടി ഹൈക്കോടതിയെ അറിയിക്കുമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. ആറന്മുള വിമാനത്താവള പദ്ധതി വീണ്ടും ആരംഭിക്കാനുള്ള നീക്കങ്ങൾ വിവാദത്തിലാണ്. മൗണ്ട് സിയോൺ ഉടമ എബ്രഹാം കലമണ്ണിൽ ഡ്രോൺ സർവേ നടത്തിയതിന് പിന്നാലെ വലിയ എതിർപ്പുകളും വിമർശനങ്ങളും ഉണ്ടായി. പിന്നാലെ സംഭവത്തിൽ പത്തനംതിട്ട ജില്ലാ ഭരണകൂടം തഹസീൽദാരോട് റിപ്പോർട്ട് തേടി. തഹസീൽദാരുടെ അനുമതിയോടെയാണോ സർവേ നടന്നത് എന്നറിയാനാണ് റിപ്പോർട്ട് തേടിയത്. 400 ഏക്കർ ഭൂമി തന്റെ പക്കലുണ്ടെന്നും 1000 ഏക്കർ ഭൂമി കൂടി ലഭ്യമായാൽ പദ്ധതി ആവിഷ്കരിക്കുമെന്നുമാണ് എബ്രഹാം കലമണ്ണിൽ പറഞ്ഞിരുന്നത്. കോൺഗ്രസ് സർക്കാരിന്റെയും നേതാക്കളുടെയും പിന്തുണ തനിക്കുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു. ഡ്രോൺ സർവേ വിവാദമായതിനു പിന്നാലെ കോൺഗ്രസ് നേതൃത്വം എബ്രഹാം കലമണ്ണിലിനെ കൈയൊഴിഞ്ഞു. മന്ത്രി റോജി എം ജോണും ആന്റോ ആന്റണി എംപിയും ഉൾപ്പെടെയുള്ളവർ ഡ്രോൺ സർവേയെ എതിർത്ത് സംസാരിച്ചു. നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ മുൻപുണ്ടായിരുന്നതുപോലെ ജനങ്ങളെ കൂട്ടി ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ആറന്മുള സമരനായകൻ കുമ്മനം രാജശേഖരനും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ജനം, പത്തനംതിട്ട.